ആദില എവിക്റ്റ് ആയപ്പോൾ പൊട്ടിച്ചിട്ട് പോയ ഒരു ബോംബായിരുന്നു. നമ്മുടെ അനിമോൾ പി ആറിൻ്റെ നമ്പർ എഴുതി നമ്മുടെ ആദിലയ്ക്ക് കൊടുത്തതിന് ശേഷം പറഞ്ഞത്, പുറത്തിറങ്ങിയതിന് ശേഷം എന്താ പറയുക, അക്ബറിൻ്റെ ഫാമിലിയെയും അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞൊരു കാര്യം. അത് വീട്ടിൽ ഏറ്റവും കൂടുതൽ പുകഞ്ഞ് ചർച്ചയായി വന്നു. അക്ബർ അനിമോളും തമ്മിൽ ഇതാകുന്നു. അപ്പോൾ അനിമോൾ പറയുന്നുണ്ട്, ഇല്ല സത്യം ചെയ്ത് പറയുന്നത്, അമ്മയെ അച്ഛൻ എല്ലാവരെയും വിളിച്ച് സത്യം ചെയ്ത് പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ചെയ്തില്ല, ഞങ്ങൾ തമ്മിൽ നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്, അതെൻ്റെ അച്ഛൻ്റെ നമ്പറാണ് അതിലേക്ക് എഴുതി കൊടുത്തത്. ആദിലെ നൂറെ അവരുടെ നമ്പർ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്, ഒരു ടിഷ്യൂ പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ട്, അത് എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് ബിഗ് ബോസ് ബ്ലാൻസ് ഇട്ടതിന് ശേഷം ഇവരെല്ലാം പുറത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർക്കകത്ത് കയറി. എന്നിട്ട് അനുമോളി എന്ന് ന്യൂറയോട് പറയാം, നീ സത്യം പറ, നിനക്കറിയില്ലേ, നീ പറ എന്ന് പറയുമ്പോൾ ന്യൂറ പറയും, എനിക്കറിയത്തില്ല, ഇത് ആദിലെ നീ തമ്മിലുള്ളതല്ലേ, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടായിരിക്കണം. ഏറ്റവും വലിയ കള്ളിയാണ് കൂറ എന്ന് തന്നെ അവളെ വിളിക്കണം. അവളെ പോലെ കൂതറ സ്വഭാവമുള്ള ഒരു കൂറയില്ല. ഇവളെങ്ങനെ സത്യം പറയും, സ്വന്തം തന്തേനെയും തള്ളേനെയും പറ്റേ ഇല്ലാത്ത വചനങ്ങളെല്ലാം പറഞ്ഞുണ്ടാക്കിയിട്ട് അവരെ കളഞ്ഞു വെച്ച് നടക്കുന്ന ഇവളുമാർക്കൊക്കെ എങ്ങനെ വേറെ കൂടുതലുള്ള ഫ്രണ്ടിനോട് 100 ദിവസം കണ്ട ഒരാളോട് എങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായാണ്. സ്വന്തം ജനിപ്പിച്ച് വളർത്തി അപ്പനോടും അമ്മയോടും ഇല്ലാത്ത അറ്റാച്ച്മെൻറ്റ് ഇവളുമാർക്ക് ഇന്നലെ കണ്ടവരുണ്ട്. അവർക്കുമാർക്ക് രണ്ടുപേർക്കും ജീവിക്കണം, അതിനുവേണ്ടി കാശ് വേണം. അനുമോൾ പറഞ്ഞ സത്യമാണ്. അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അതിലെ എന്ത് തെണ്ടിത്തരവും കാണിക്കും എന്ന് അനുമോൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. സത്യമാണ്. എന്തും അവൾ കാണിക്കും, അവൾ ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അത് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ശൈത്യ ഏതെങ്ങാണ്ട് സന്തോഷിച്ച് ആറാടിയിരിക്കണം. സൈത്യ, ബെൻസി, സരിക ഭയങ്കര മിണ്ടായിരുന്നത്. അവളാണ് കണ്ണിങ് ആയിട്ടുള്ളവർ. അവൾ പിന്നിൽ നിന്ന് ഇങ്ങനെ കുത്തി കൊടുക്കും, എല്ലാവർക്കും വിഷം കുത്തി കൊടുക്കുന്ന ഒരാളാണ് സരിക. വേറെ ആൾക്ക് നൂറ് ചെയ്തിട്ട് പിന്നെ സരികയാണ് അവളെ കെട്ടിക്കുറിച്ചുകൊണ്ട് അനുവിനെ നോക്കുന്ന നോട്ടം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം ദഹിപ്പിച്ച് തിന്നുമെന്ന് തോന്നും. അങ്ങ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും പറയുന്നത്. അപ്പോൾ അക്ബർ പറയുന്നത്, നീ എൻ്റെ ഫാമിലിനെ പറ്റി പറഞ്ഞില്ല, നീ എങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും അവിടെ പി ആറില്ല. പിന്നെ അനുവിൻ്റെ പി ആറിന് മാത്രം ഇത്ര പ്രത്യേകത. ആകെ ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ അനുമോക്ക് ലക്ഷ്മി മാത്രമായിരുന്നു കേട്ടോ. നന്നായിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം സംസാരിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഇവരെല്ലാവരും അറ്റാക്ക് ചെയ്യുക, ആകെ 2 ദിവസമേ ഉള്ളൂ, നീ അത് മാനേജ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് എന്ത് ചെയ്തു, ബ്ലൈൻഡ്സ് പൊക്കി. അനുമോൾ നേരെ ഓടിച്ചെന്ന് കബോർഡ് തുറന്നിട്ട് കട്ടിലിൻ്റെ അടിയിലെ കബോർഡ് ഉണ്ടല്ലോ, അത് തുറന്നിട്ട് ഡ്രസ്സിൻ്റെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ പേപ്പർ എടുത്തുകൊണ്ട് നെവിനെ കാണിക്കുന്നത്. അപ്പോൾ നെവിൻ നോക്കുമ്പോൾ ആദിലയുടെയും ഉണ്ട്, നൂറയുടെയും നമ്പറുണ്ട്. അപ്പോൾ നെവിൻ അവിടെ എല്ലാവരെയും കാണിച്ചതിന് ശേഷം നേരെ ചെന്ന് നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് പറയണം ഇങ്ങനൊരു സംഭവമാണ്. അപ്പോൾ അക്ബർ അതിലെ എൻ്റെ ചെവിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാണ്, നമ്പർ മാത്രം കൊടുത്തത് മാറിപ്പോയത്. നമ്പർ കൊടുത്തത് മാറിപ്പോയതൊന്നുമല്ല, അവർ പറഞ്ഞത് മാറിപ്പോയി, പി ആറിൻ്റെ ആണെന്ന് പറഞ്ഞു പോയതാണ്, അച്ഛൻ്റെ നമ്പറാണെന്ന് പറഞ്ഞിട്ടാണ്. എങ്കിൽ എന്തുകൊണ്ട് ഇവരെല്ലാം കിടന്ന് ഇത്രയും ബഹളം വെച്ചപ്പോൾ അക്ബർ പറയാറുന്നില്ല, അതിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അവൾ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അതിനുശേഷം ആ പേപ്പർ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താ, അത് വേസ്റ്റിൽ കളഞ്ഞു. ആ വേസ്റ്റിൽ കളഞ്ഞ പേപ്പർ ഇപ്പോൾ 100 എടുത്തുകൊണ്ട് ഓടുന്ന ബാത്റൂമിൻ്റെ അവിടേക്ക്. കാരണം കൊണ്ട് കളയണം, ഇത് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതിന് ആ പേപ്പർ എടുത്തുകൊണ്ട് ഏറ്റവും വലിയ കള്ളിയാണ് ഈ കൂറ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവിടെ ഏറ്റവും വലിയ കൂറയാണ്.